ഇല്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇസ്ലാം ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് വിശ്വാസം നല്ലതാണ്, ആദർശം നല്ലതാണ്. അതിൽ കവിഞ്ഞൊന്നും അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊന്നാനി പോയിട്ട് പഠിക്കുക, അവിടെ അവസരമുണ്ട്. പക്ഷെ പൊന്നാനിയിലേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ പ്രാഥമിക അനുഷ്ഠാനങ്ങളെ പഠിപ്പിച്ചുള്ളൂ. ഞാൻ പഠിച്ച സംഹിതയ്ക്ക് ഇവർ യോജിച്ചു പോകുമോ, അല്ലെങ്കിൽ ഇതിനെന്ത് കമ്പയർ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സൗകര്യമൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പ്രാഥമിക അനുഷ്ഠാനം, അപ്പോൾ എനിക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പഠിച്ചു. എന്താണ് മുന്നിലേക്ക് വരുന്നത് അതാണ് സ്വീകരിക്കാൻ ആ സമയത്ത് ഞാൻ. അപ്പോൾ പ്രാഥമിക അനുഷ്ഠാനങ്ങളും അനുബന്ധ കർമ്മങ്ങളൊക്കെ പഠിച്ച് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ പഠിച്ചു വെച്ചോട് എന്തൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്ന്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള അത്ര ആഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ കിട്ടുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ഈ സംഘടന നോക്കാതെ എല്ലാവരുടെ പുസ്തകങ്ങളും കളക്ട് ചെയ്തു. അബ്ദുള്ള അടിയാറുടെ പുസ്തകങ്ങളുണ്ട്, അബ്ദുള്ള അടിയാറുടെ പുസ്തകങ്ങൾ, അഫ്സൽ ബന്നാടെ ഉണ്ട്, പിന്നെ സയ്യിദ് കുത്തുബിൻ്റെ ഉണ്ട്, അബ്ദുള്ള മൗദൂദിയുടെ പുസ്തകങ്ങളുണ്ട്. എല്ലാ പുസ്തകങ്ങളും വായിച്ച് അതിൽ എല്ലാ ഭാഗങ്ങളും, ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്ത് ഇവിടെ ബൈബിൾ പറയുന്ന പ്രവാചകനും അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന പ്രവാചകന്മാർ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് മുഹമ്മദ് നബിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞതും അവർ തമ്മിലും ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ തന്നെയാണല്ലോ മുഹമ്മദ് നബി, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട ആശയത്തിന്റെ അതിൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ മായ ഉണ്ടെങ്കിൽ, മായുള്ള സ്ഥിതിക്ക് എന്താവണം, കൃത്യമായി നമുക്ക് കിട്ടുന്ന ഒരു ഗ്രന്ഥം വേണം, കാര്യങ്ങൾ മാർഗദർശനം ചെയ്യാനും കർമ്മപരമായി ചെയ്യാൻ, ദൈവത്തിലേക്ക് അടുക്കാനും. അപ്പം ഞാൻ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചപ്പോൾ എനിക്കെന്തായി, ഈ പുതിയതൊന്നും പഠിച്ചിട്ടില്ല. കാരണം ഇവിടെ എബ്രഹാം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്തിരുന്നു, സാഷ്ടാംഗം നമിച്ചു എന്നാണ് പറയുന്നത്. എബ്രഹാമിന്റെ ആരാധന ഉൽപ്പത്തി 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ എബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ആരാധനാ രീതി നടത്തിയത്. അതേ ആരാധന രീതി ക്രൈസ്തവർ നടത്തുന്നില്ല. പക്ഷെ ആര് നടത്തുന്നത്, മുഹമ്മദ് നബി അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പുതുതായിട്ട് ആരാധനയാണ് അവിടുന്ന് മനസ്സിലാക്കി, അത് ഇവിടുന്ന് പ്രാക്ടിക്കലാക്കി. പിന്നെ എന്ത് ചെയ്തു, സുന്നത്ത് പരിച്ഛേദനയാണ് പിന്നെ ഒന്ന് ചെയ്തത്. അത് അബ്രഹാം എന്ത് ചെയ്തു, സുന്നത്ത് ചെയ്തിരിക്കുന്നു, പരിച്ഛേദന ആയിരിക്കുന്നു. ദൈവം അബ്രഹാം തന്നെയുള്ള ഏകദ വിശ്വാസത്തിന്റെ ഉടമ്പടിയായിട്ടാണ് പരിച്ഛേദന നടത്തിയത്. അത് പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിന്റെ പരിച്ഛേദന സംബന്ധിച്ച. അപ്പോൾ പുതുതായിട്ടൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല, അതിന്റെ പ്രാക്ടിക്കൽ സ്വീകരിച്ചത്. ബൈബിളിൽ എന്ത് പറഞ്ഞു അത് പ്രാവർത്തികമാക്കി. അപ്പോൾ എന്ത് നമ്മൾ ഖുർആൻ പിന്നെ പഠിച്ചു. ഖുർആൻ കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കുമ്പോഴോ ബൈബിളിൽ എന്താണോ പറയുന്നത്, ബൈബിൾ പ്രത്യാശയത്തോട് സമ്പൂർണ്ണമായിട്ട്, ഞാൻ ഉൾക്കൊണ്ട പ്രത്യാശയത്തോട് സമ്പൂർണ്ണമായിട്ട് ഖുർആൻ യോജിക്കുന്നു. അതിൽ ഒരു വാക്ക് പോലും സൃഷ്ടികളെ പൂജിക്കാനോ മുഹമ്മദ് നബിയെ പൂജിക്കാനോ ഒന്നും പറയുന്നില്ല. യഹോവയായ ദൈവത്തിന്റെ അറബ് വാക്കിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ മാത്രം. പിന്നെ അതിന്റെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അത് സുരക്ഷിതമാണ് ആ ഗ്രന്ഥം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ മായങ്ങൾ കലരാൻ സാധ്യതയില്ലാത്ത വിധം തുടക്കത്തിൽ മത്തായും മർക്കോസും യൂക്കോസും വ്യക്തികളല്ല, ബിസ്മി അള്ളാഹുവിന്റെ നാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിലാണ് തുടങ്ങുന്നത്. വ്യക്തികൾ എഴുതി എന്ന് പറയുന്നില്ല. ബൈബിൾ വ്യക്തികൾ എഴുതി എന്ന് പറയുന്നത് സിനിമ തയോഫിലോസെ ആദ്യം മുതൽ കണ്ട വചനങ്ങളും സാക്ഷികളും ഞാൻ നിങ്ങൾ അറിയുന്നത് എഴുതുന്നത്. അപ്പോൾ ആരെ വ്യക്തിയായി. പിന്നെ ലേഖനങ്ങളൊക്കെ എടുത്ത കൊരിന്ത്യർ, എഫെസ്യർ, അങ്ങനെ ഇവിടെ വ്യക്തികൾക്ക് എഴുതിയതല്ല. ഇവിടെ നമുക്ക് ബൈബിളിൽ തന്നെ ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തെരഞ്ഞാണ് യേശുക്രിസ്തു വന്നെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്, ഖുർആന് ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഉള്ള മാർഗനിർദ്ദേശ ഗ്രന്ഥമാണ്. എല്ലാ മനുഷ്യരും ഇവിടെ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളെന്നോ ഇസ്രായേലിലെ കുഞ്ഞാടുകളെന്നോ ശമരക്കാർ പുറത്തെന്നോ ജാതികൾ വേറെയെന്നോ കറുത്തവനെന്നോ വെളുത്തവനൊന്നും പ്രതിപാദിക്കുന്നില്ല. സമ്പൂർണ്ണമായി എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും വേണ്ടി വന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നും എല്ലാവർക്കും വേണ്ടി വന്ന പ്രവാചകൻ ലോകത്തിന്റെ വെളിച്ചമാണ് മുഹമ്മദ് നബി എന്നും നമുക്ക് നമ്മുടെ പഠന ഗവേഷണം മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ എന്തായി, ഞാനിപ്പോ സമ്പൂർണ്ണമായി സ്വീകരിച്ചിട്ടില്ല, ഞാനെന്ത് പഠിക്കാനാണ് പോയിട്ടുള്ളത്. പക്ഷെ അത് ഉൾക്കൊണ്ടോടുകൂടി സമ്പൂർണ്ണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകനായി സ്വീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായുള്ളൂ. കാരണം വിശ്വാസം ശരിയാണ്, പിന്നെ കർമാനുഷ്ഠാനങ്ങളൊക്കെ ശരിയാക്കി, പിന്നെ ഇസ്ലാമിന്റെ സംഹിത സമ്പൂർണ്ണമായി സ്വീകരിക്കുന്ന യാതൊരു തടസ്സമില്ലാതെ എൻ്റെ ഹൃദയം അതിനെ അള്ളാഹു വിശാലമാക്കി തരികയും ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? ദൈവത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നില്ല, അത് ഞാൻ ഏകദേശം അവിടെ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ മുഹമ്മദ് നബിയിൽ കൂടി നമുക്ക് നമ്മിലേക്ക് വന്ന ആ പ്രത്യാശ സമ്പൂർണ്ണമായി സ്വീകരിക്കുന്നത് ഏകദേശം 93-ലാണ്. 93 ജനുവരി 1-ലാണ് ഈ പ്രാഥമിക സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് സമ്പൂർണ്ണമായി മനസ്സിലാക്കുകയും പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അത് ഞാൻ സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പണ്ടൊരു മരണചിന്ത ഉണ്ടായിരുന്നു, അതില്ല. എന്ത് കേട്ടാലും ഞെട്ടുന്നൊരവസ്ഥയില്ല. കാരണം എന്താണ്,
എന്നെ സംരക്ഷിക്കുന്നത് പ്രപഞ്ചനാഥനായ ആകാശഭൂമിയുടെ സൃഷ്ടാവായ ലോകങ്ങളുടെ നാഥനായ എൻ്റെ സൃഷ്ടാവായ, ഇവിടെ പറയുന്ന ഇസ്രായേലിന്റെ ദൈവമായ യേശു അല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക ദൈവങ്ങളെ തന്നെ സംരക്ഷിക്കണം. ഈ ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തിയെ ഞാൻ പൂജിക്കുന്നു. അത് മുസ്ലിങ്ങളുടെ ദൈവമല്ല, ഹിന്ദുക്കളുടെ ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, സർവ്വജീവജാലങ്ങളെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിനെ ആരാധിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം തന്നെ സൃഷ്ടിച്ച നാഥനെ ആരാധിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതന്നെയുള്ള പ്രകൃതിയുടെ മതം. ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ പ്രത്യേക അറേബ്യയിലെ ഒരു ദൈവമല്ല, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന മുസ്ലിങ്ങളെ പ്രത്യേകിച്ച് ദൈവമല്ല. ആകാശഭൂമിയെ സൃഷ്ടിച്ച ഏതൊരു ദൈവമാണോ ആ ദൈവത്തെ ആരാധിക്കാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് മരണശേഷം സ്വർഗം കിട്ടും. അല്ല, ആ ദൈവത്തെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാതെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച സാങ്കല്പിക മിഥ്യ ദൈവങ്ങളെ, ജനിച്ചു മരിച്ചു പോയ, അല്ലെങ്കിൽ 2000 വർഷം മുമ്പോ 5000 വർഷം മുമ്പോ 6000 വർഷം മുമ്പോ ഒക്കെ ജനിച്ചു മരിച്ചു പോയ വ്യക്തികളെ അവരെ ശിലകളും വിഗ്രഹങ്ങളൊക്കെ ആക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല, നിങ്ങൾ നരകാവാസികളാവും. അതുകൊണ്ട് നിങ്ങൾ ഈ യഥാർത്ഥ സത്യത്തിലേക്ക് വരുന്നാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്നാണ് ദൈവീയ സന്ദേശം. സലാംക്ക് ഈ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ വളരെ സംതൃപ്ത ജീവിതം നയിക്കുകയാണ്. ഈ ഒരു അവസരത്തില് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ക്രൈസ്തവർ. കാരണം എനിക്ക് അവരോട് എത്രത്തോളം കടപ്പാടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആത്മഹത്യ ആ ടെൻഡൻസി, ആ മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ അവരെ പോയി അവിടെ വിളിച്ചു ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അദ്ദേഹം ആ വിശാല ഹൃദയത്തോടു കൂടി എന്നെ കൊണ്ടുപോയി ഈ ഗ്രന്ഥം പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ സത്യമതം സ്വീകരിക്കാനുള്ള അവസരം എനിക്ക് ഒരുക്കി ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ആളുകളാണ്. പിന്നെ അവരിൽ നിന്നൊക്കെ നല്ല സ്നേഹ സഹകരണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ്, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്. പക്ഷെ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ, അവർ സൃഷ്ടികയാണല്ലോ പൂജിക്കുന്നത് എന്നുള്ള മനോവേദന എനിക്ക് നല്ലതുണ്ട്. പക്ഷെ അവരൊക്കെ എന്താവണം, യഥാർത്ഥ ബൈബിൾ പഠിച്ച് ബൈബിളിൻ്റെ യഥാർത്ഥ മൂല്യം ഉൾക്കൊണ്ട് അവർ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്വർഗവാസികളാവും. ഇല്ലെങ്കിൽ അവർ ധാരണ, ഈ മിഥ്യമായ അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് വന്ന് ഒരു പ്രവാചകനെ പിടിച്ച് ദൈവമാക്കി ഈ രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ യഥാർത്ഥ ദൈവം അവരെ കോപിക്കുകയും അവരെ നരകവാസികളാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിനെ പ്രവാചകനായി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ ബൈബിൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിക്കാൻ, എന്നെപ്പോലെ സ്വീകരിക്കാതിരിക്കാൻ മാർഗമില്ല. കാരണം പന്നി നിഷിദ്ധമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു, പക്ഷെ അവരത് അനുവദീയമാക്കി. പൗലോസ് അത് അനുവദീയമാക്കി. അതുപോലെ അത് ഇസ്ലാം അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്ത് ചെയ്തു? മുഹമ്മദ് നബി വന്നിട്ട് ബൈബിളിനെ സമ്പൂർണമായി, ബൈബിൾ ആശയങ്ങളെ സമ്പൂർണമായി പുനഃസ്ഥാപിച്ചു. അപ്പൊ അത് അറബിയിൽ വന്നൊരു പ്രവാചകനായതിന്റെ പേരിൽ ഇസ്രായേലിൽ വന്ന പ്രവാചകനെ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ള മാത്രം എടുക്കൂ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനസ്ഥിതി. അപ്പൊ അവർ യഥാർത്ഥ മാർഗത്തിൽ വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് യഥാർത്ഥം മനസ്സിലാക്കി സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സത്യമാർഗം അവർ സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ നിൽക്കുന്ന സൊസൈറ്റിയാണുള്ള ഞാൻ ഉണ്ടായിരുന്ന സൊസൈറ്റിയാണുള്ള ഹൈന്ദവർ. അവരെ കുറിച്ച് എനിക്ക് എന്നും വിഷമമാണ്. കാരണം ഞാൻ എന്നും രാത്രികളിൽ ഒരു തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവരിലെ എൻ്റെ പഴയ ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് ഹൈന്ദവർ എല്ലാവർക്കും, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഹിദായത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം നമുക്കൊരു വിഷമമുള്ളത് അവരാണ്. കാരണം അവരൊക്കെ നിഷ്കളങ്കരും നല്ല മനസ്സുള്ളവരാണ്. ഞാൻ ബന്ധപ്പെട്ട ഭൂരിപക്ഷ ആളുകളും. എന്നിട്ട് അവർക്ക് ഈ സത്യം ഗ്രഹിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടാത്തത് ഞാൻ വളരെ ദുഃഖിതനാണ്. അത് നമ്മുടെ കർമ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ചുരുങ്ങിയത് കൊണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ അവർ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥം. സത്യം എന്താണെന്ന് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് എന്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൊണ്ടുവന്നത് അത് അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയും. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കാനാണ് പഠിപ്പിക്കുന്നത് ആ കൊണ്ടുവന്ന ഗ്രന്ഥത്തിലുള്ളത്. അപ്പോൾ ഇവിടെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത, അവരെ മുന്നിൽ പ്രസാദമായി നമ്മൾ പൂജാർപ്പിതം വെച്ച് കഴിഞ്ഞാൽ ഒരു എലിയോ ഉറുമ്പോ എടുത്തു കൊണ്ടുപോയാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് അവിടുന്ന് കയറി വരാൻ അവർക്ക് സ്വന്തം രക്ഷിക്കാൻ കഴിയാത്ത അവരെങ്ങനെ
ഈ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ രക്ഷിക്കും. അപ്പൊ അവർ മനസ്സിലാക്കണം എന്ത്, നാം സൃഷ്ടിച്ച ദൈവത്തെ അല്ല നാം ആരാധിക്കേണ്ടത്, നമ്മെ സൃഷ്ടിച്ച ലോകൈകനാഥനായ സർവ്വലോകങ്ങളിൽ സൃഷ്ടാവായ ഏതൊരു ദൈവമാണോ ഉള്ളത്, ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും മിഥ്യയല്ല സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. ബുദ്ധിയുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാക്കണം. എത്ര ബുദ്ധിയുള്ളവരുണ്ട് അതിനകത്ത്, എത്ര കഴിവുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരെന്തെങ്കിലും സത്യം അന്വേഷിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് ചിന്തിക്കുന്നു. അവരെ വീട് തന്നെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഈ മറ്റുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചാൽ കഷ്ടപ്പെട്ട. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്തൊരു മൂഢത്തരമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ബുദ്ധി, ഒരു ചിന്ത, ഒരു വിവേകം സർവേശ്വരൻ അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ സത്യം ഉൾക്കൊണ്ട് അനേകർ സത്യത്തിന്റെ മാർഗത്തെ സ്വീകരിച്ച് മോക്ഷപ്രാപ്തരാകാൻ വേണ്ടി ഞാൻ എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും.